അതുപോലെ വി എസിനെ ആലോചിച്ചാൽ വി എസ് കേരളത്തിൽ അദ്ദേഹത്തിന്റെ 80-കൾക്ക് ശേഷമാണ്, ഒരർത്ഥത്തിൽ 78 വയസ്സ് മുതൽ 95 വയസ്സ് വരെയാണ് വി എസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യൗവനം. വി എസ് ഏറ്റവും വലിയ ജനകീയനായത്, വി എസ് വരുന്നിടത്ത് 10,000 കൂടിയത്, വി എസ് പറഞ്ഞത് മുഴുവൻ ലോകം ശ്രദ്ധിച്ചത്, വി എസ് എന്താണ് ഇടതുപക്ഷമെന്ന്, എന്താണ് മാനവികതയെന്ന്, എന്താണ് ഞാനെന്ന്, എന്താണ് എൻ്റെ ദൗത്യമെന്ന് കേരളത്തിലെ മനുഷ്യനോട് കൃത്യമായി പറഞ്ഞത് 78 വയസ്സിന് ശേഷമാണ്. സാധാരണ 78 വയസ്സൊക്കെ ആവുമ്പം രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ആളുകൾ പിരിയുകയാണ്, മാറുകയാണ്. പക്ഷേ വി എസിന് കഴിഞ്ഞ ഒരു കാര്യം, വി എസിന്റെ അകത്ത് അദ്ദേഹത്തോട് തന്നെ ഒരു സമരം ചെയ്തു. 5 വർഷക്കാലം അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. ആ ക്യാബിനറ്റിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ക്യാബിനറ്റ് കുടുംബം കശുവണ്ടി പരിപ്പോ ബിസ്ക്കറ്റോ ചായയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിക്കാനോ കൊണ്ടുപോയിക്കും. ഈ 5 വർഷത്തിൽ ഒരിക്കൽ പോലും വി എസ് ഒരു കശുവണ്ടി പരിപ്പിലോ ഒരു ചായയിലോ തൊടുകയോ കുടുക്കുകയോ ചെയ്തില്ല. അദ്ദേഹത്തോട് തന്നെ ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ ഒരർത്ഥത്തിൽ അദ്ദേഹം മഹാത്മാഗാന്ധിയെയും എനിക്ക് തോന്നുന്നു ആഹാര കാര്യത്തിൽ മറികടന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധിയും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. പാല് വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് അവസാനം ആട്ടിൻ പാൽ കുടിക്കാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം. വി എസ് അങ്ങനെയല്ല. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഒരു ഡോക്ടർ പറയുന്ന അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുന്നത് തന്നോട് തന്നെ സമരം ചെയ്ത് അദ്ദേഹം അത് പൂർണ്ണമായി പരിപാലിച്ചിട്ടുണ്ട്. അദ്ദേഹം രാവിലെ നടക്കണം എന്ന് ഡോക്ടർ നിർദ്ദേശം കിട്ടിയതിനു ശേഷം ഏത് കാലത്തും ഈ 95 വയസ്സ് വരെ അദ്ദേഹം രാവിലെയും വൈകിട്ടും 20 മിനിറ്റ് നടക്കുമായി. അദ്ദേഹം ജുബ്ബ ഇട്ടതിനെ കുറിച്ച് തന്നെ ഒരു കഥയുണ്ട്, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ആലപ്പുഴയിലെ പഴയകാല നേതാക്കന്മാരെല്ലാം ജുബ്ബ ഇടുന്നവരാണ്. വി എസ് മാത്രമല്ല, വി എസ് ആണെങ്കിലും ടി വി തോമസ് ആണെങ്കിലും പി കെ ചന്ദ്രാനന്ദനാണെങ്കിലും എസ് കുമാരനാണെങ്കിലും ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മിക്കവാറും നേതാക്കന്മാരെല്ലാം ജുബ്ബ ഇടുന്നതാണ്. ജുബ്ബ ഇടുന്നതിൽ പോലും ഒരു പ്രതിഷേധമുണ്ട്. അവർ തീരുമാനിച്ചൊരു കാര്യമുണ്ട്. അന്ന് സർ സി പി രാമസ്വാമി ജുബ്ബ ഇടുന്ന ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, മറ്റുള്ളവരാരും ജുബ്ബ ഇടാൻ പാടില്ല. അദ്ദേഹം ഇടുന്ന ജുബ്ബ അതുപോലുള്ളത് വേറെ ഇടാൻ പാടില്ല. അതിന്റെ പ്രതിഷേധമാണ്. പുന്നപ്രവയലാർ സമരം സർ സി പി രാമസ്വാമി നായരുടെ തെറ്റായ കാര്യങ്ങൾക്കെതിരെ നടന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജുബ്ബ ഇട്ടുകൂടാ എന്നതുകൊണ്ട് ആലപ്പുഴയിലെ അന്നത്തെ പൊതുപ്രവർത്തകർ ടി വി തോമസും വി എസും എസ് കുമാരനും ഇവരെല്ലാം കൂടെ തീരുമാനിച്ച് ആലപ്പുഴ ഒരു കലിങ്കൻ പുറത്തിരുന്നാണ് തീരുമാനിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവരെല്ലാം ജുബ്ബ ഇടാൻ തീരുമാനിക്കുന്നു. അതായത് ജീവിതം കൊണ്ട് തെറ്റുകളെ ചോദ്യം ചെയ്യുക. തന്റെ ജീവിതത്തിന്റെ യൂണിഫോം തന്നെ അത് കാണുമ്പോൾ തെറ്റുകൾക്കെതിരെ പൊരുതുന്ന ഒരു അടയാളമായി കൃത്യമായി രേഖപ്പെടുത്തുക. ഇതിന്റെ മറ്റൊരാൾ ചെയ്തിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാരെ എതിർത്ത്. ജീവിതം കൊണ്ട് ചിലപ്പോൾ എതിർക്കാൻ പറ്റും. ജീവിതം കൊണ്ട് എതിർത്ത ആളാണ് വി എസ്. വി എസ് ഈ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇവർ തമ്മിലുള്ള ബന്ധം, അപ്പൊ ഞങ്ങളുടെ അന്നത്തെ പാർട്ടി സെക്രട്ടറി ഭാർഗവനാശാനായിരുന്നു. ഭാർഗവനാശാനും വി എസും തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. 5 വയസ്സിന് ഭാർഗവനാശാൻ ഇളയാളാണ്. വി എസ് 23-ലും ഭാർഗവനാശാൻ 28-ലുമാണ് ജനിക്കുന്നത്. അപ്പോ വി എസ് ഇങ്ങനെ മന്ത്രിസഭയിൽ, അപ്പൊ ആ മന്ത്രിസഭയിൽ വി എസും പാലൊളി മുഹമ്മദ് കുട്ടിയും പി കെ ഗുരുദാസനും കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം അതിന്റെ അടുത്ത തലമുറയിൽപ്പെട്ടവരാണ്. അപ്പൊ സി പി ഐയുടെ ഞാനും ബിനോയ് വിശ്വവും കെ പി രാജേന്ദ്രനും ശ്രീധരനുമാണ് ആ മന്ത്രിസഭയിലുള്ളത്. ഞങ്ങളിങ്ങനെ മന്ത്രിസഭയിലേക്ക് പോകുന്നതിന് മുമ്പ് ഭാർഗവനാശാനെ കാണുമ്പോൾ ആശാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു: ചിലപ്പോൾ കൊണ്ടുവരുന്ന തീരുമാനങ്ങളോട് വിയോജിക്കേണ്ടി വരും. വിയോജിക്കുന്നതൊക്കെ ശക്തമായി വിയോജിക്കണം. വിയോജിച്ചാൽ സ്വാഭാവികമായി ആ തീരുമാനം മാറ്റിവെക്കുകയല്ലാതെ വേറെ മാർഗം ക്യാബിനറ്റിലില്ല. കാരണം ക്യാബിനറ്റിൽ എതിർപ്പില്ല. ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായി അംഗീകരിച്ചാലേ ക്യാബിനറ്റിൽ പോകും. പക്ഷെ ആശാൻ ഒരു കാര്യം പറഞ്ഞു: നിങ്ങൾ ആരുമായും തർക്കിക്കാം, നിങ്ങളെപ്പോലെ പ്രായമുള്ള, നിങ്ങളെപ്പോലെ വന്ന, നിങ്ങളുടെ തലമുറയിൽപ്പെട്ട എല്ലാവരോടും തർക്കിക്കാം, പക്ഷേ വി എസിനോട് തർക്കിക്കരുത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു അതെന്താണ്? ആശാൻ പറഞ്ഞു, അദ്ദേഹം ഒരു പോരാളിയാണ്. അദ്ദേഹത്തിനും പ്രശ്നങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ചിലതിനോട് നമുക്ക് യോജിക്കാൻ പറ്റാതെ വരും. പക്ഷെ ഒരു പോരാളിയോട്
അതും നിങ്ങളെക്കാൾ 10, 25, 30 വയസ്സ് കൂടുതലുള്ള ഒരു പോരാളിയോട്, അതിന്റെ അനുഭവങ്ങളുള്ള ആളോട് നിങ്ങൾ തർക്കിക്കരുത്. ഞങ്ങൾ 4 പേരും അത് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞങ്ങൾ ആ അജണ്ടയൊന്ന് മാറ്റിവെക്കണമെന്ന് ക്യാബിനറ്റിൽ പറഞ്ഞാൽ VS തന്നെ പറയും അത് മാറ്റിവെക്കും. VSന്റെ വളരെ പേഷ്യന്റായി കേൾക്കും എന്നത് മാത്രമല്ല, എല്ലാവരും പറയുന്നത് ശ്രദ്ധിക്കും എന്ന് മാത്രമല്ല, ആ തീരുമാനങ്ങൾ എടുക്കുന്നത്, ആ ക്യാബിനറ്റിന്റെ ഒരു യോജിപ്പ് നിലനിർത്തുന്നത് VS വളരെ വലിയ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. VSന്റെ ജീവിതം സത്യത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് ഒരു പാഠമാണ്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രായമാകുമ്പോൾ ഒരാൾക്ക് കൂടുതൽ ജനകീയനാകാൻ പറ്റും എന്നതിന്റെ കേരളത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്, നിദർശനമാണ് സഖാവ് VS. സഖാവ് VSനെ കർഷക തൊഴിലാളിയോടും, അദ്ദേഹം കുട്ടനാട് കർഷക തൊഴിലാളിയോട് സംഘടിപ്പിച്ചതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന് കേരളത്തിലെ പരിസ്ഥിതിയോടും, ആ പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്ന ലളിത ജീവിതം നയിക്കുന്ന അധ്വാനിക്കുന്ന മനുഷ്യരായ ദരിദ്ര കർഷകനോട്, പരമ്പരാഗത മേഖലയിലെ തൊഴിലാളിയോട്, കർഷക തൊഴിലാളിയോട് ഒരുതരം മാതൃപുത്ര ബന്ധം പോലെ അദ്ദേഹത്തിനൊരു ബന്ധമുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു നോട്ട് ക്യാബിനറ്റിൽ വന്നാൽ ആ നോട്ടിന് അദ്ദേഹം കലവറയില്ലാതെ പിന്തുടരും, അത് പാസ്സാക്കി, അതിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി. അദ്ദേഹം 2007 കുട്ടനാട് വലിയ മഴയുണ്ടായി, ഒരുപാട് നെല്ല് നശിച്ചുപോയി. അന്നാണ് ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അതുവരെ നിലനിന്ന, സംസ്ഥാനത്തിനും അത്രയേ കൊടുക്കാൻ പറ്റൂ, കാരണം സംസ്ഥാനത്തിന്റെ വിഹിതം കൂടെ ചേർത്താണ് കർഷകന് നഷ്ടപരിഹാരം കൊടുക്കുന്നത്. അത് പരമാവധി 4000 രൂപയായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി ഒരു റിപ്പോർട്ട് കൊണ്ടുവരാൻ VS പറഞ്ഞു, റിപ്പോർട്ട് കൊണ്ടുവന്നു. അപ്പൊ VSനോട് തന്നെ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 10,000 രൂപ കൊടുക്കണം, കാരണം അന്ന് കർഷക സംഘടനകളെല്ലാം ആവശ്യപ്പെട്ട് 10,000 രൂപ നഷ്ടപരിഹാരം വേണമെന്ന്. ഒരു തർക്കവുമില്ലാതെ VS ആ നോട്ട് വന്നപ്പോൾ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്കിനോട് തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന് എതിർപ്പുണ്ടായില്ല, 10,000 രൂപ. അങ്ങനെയാണ് 10,000 രൂപ എന്ന നഷ്ടപരിഹാരം ഹെക്ടറിന് ആദ്യമായി ചരിത്രത്തിൽ കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അത് 7 ദിവസത്തിനകം കൊടുത്തു. ഞാൻ ഒരു സംഭവം പറഞ്ഞതേ ഉള്ളൂ, ഇത് VSന്റെ ഒരു പ്രത്യേകതയായിരുന്നു. അദ്ദേഹം ഏറ്റവും താഴെത്തട്ടിലെ മണ്ണിൽ കാല് ചവിട്ടി നിൽക്കുന്ന ചേറിന്റെ മണമുള്ള, അതിൽ നിന്നാണ് ചോറുണ്ടാവുന്നതെന്ന് തിരിച്ചറിയുന്ന VS ഈ പ്രാഥമിക തലത്തിലെ മണ്ണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യന്റെ വേദനകളെയും ഈ ആധുനിക ലോകത്തെ വികസനത്തിന്റെ എല്ലാ തരത്തിലുള്ള ആകാശ പ്രത്യേകതകളെയും രണ്ടിനെയും കൂട്ടിക്കെട്ടാൻ വേണ്ടിയുള്ള അനുഭവങ്ങളും ആർജവും കേരളത്തിൽ VS കാണിച്ചിരിക്കുന്നു. ഇതൊരു പ്രത്യേകതയാണ്. ചിലർ ഒന്നുകിൽ ഈ താഴെത്തട്ടിൽ മാത്രം ചവിട്ടി നിൽക്കും, അപ്പൊ മോൾ തട്ടിൽ മറന്നുപോയി. VS അങ്ങനെ ചെയ്തില്ല. പക്ഷെ VSന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ആധുനികതയുടേതാണെങ്കിലും പ്രാഥമികതയുടേതാണെങ്കിലും രണ്ടിന്റെയും ഗുണം താഴെത്തട്ടിലെ മനുഷ്യന് കൂടി കിട്ടും വിധമേ വികസനം ഉണ്ടാകാം. ആ വികസനം പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതുമാണ്. അപ്പൊ പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതും താഴെത്തട്ടിലെ മനുഷ്യന് അതിന്റെ ഗുണം കിട്ടുന്നത് കോർപ്പറേറ്റ് ലോകവും ജന്മിത്ത ലോകവും അതിന്റെ മുഴുവൻ ലാഭവും കൊണ്ടുപോകാത്തതുമായ ഒരു നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് നിലപാടെന്ന്, ഇടതുപക്ഷ നിലപാടെന്ന്, മാനവീയ നിലപാടെന്ന്. ആ നിലപാടിന്റെ ആളാണ് ഞാനെന്നും എന്റെ മുന്നണിയെന്നും എന്റെ പ്രസ്ഥാനമെന്നും VS ലോകത്തെ പഠിപ്പിക്കാനും ഒരു തിരിച്ചറിയലൂടെ തന്നെ പറയാനും VS പരിശ്രമിച്ചു. അതുകൊണ്ട് VS കേരളത്തിന് സംഭാവന ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ യുദ്ധം ഒന്ന് അവനോട് ചെയ്യുന്ന യുദ്ധമാണ്. അവന്റെ ആഹാരത്തിൽ, വേഷത്തിൽ, അവന്റെ ജീവിതത്തിൽ, ലാളിത്യത്തിൽ ഒക്കെ ഏത് സ്വാധീനത്തിലും പെടാതെ അയാളെ ശുദ്ധീകരിക്കാൻ കഴിയണം. അതിലൊരു ഗാന്ധിയൻ മാർക്സിയൻ രീതിയുണ്ട്. അത് VS തീർച്ചയായിട്ടും അതിന്റെ സമ്പൂർണ്ണ. 2, താൻ എന്നോട് യുദ്ധം ചെയ്യുന്നത് പോലെ ഈ സമൂഹത്തിലെ പൊതുപ്രവർത്തകൻ എന്ന് പറയുന്ന നന്മ ആഗ്രഹിക്കുന്നവർ
അവരോട് യുദ്ധം ചെയ്തുകൊണ്ട് അവർ സമൂഹത്തിന് വേണ്ടി കൈകോർത്തുകൊണ്ട് നാടിനും ലോകത്തിനും നല്ല ഭാവിക്കും വേണ്ടി തെറ്റ് ചെയ്യുന്ന മനുഷ്യരോട് സന്ധിയില്ലാതെ യുദ്ധം ചെയ്യും. ബി ജെ പിക്ക് അതിൽ അല്ലെങ്കിൽ ബി ജെ പിയോട് യുദ്ധം ചെയ്യുന്നതിലും ഈ ജന്മിത്വത്തോട് യുദ്ധം ചെയ്യുന്നതിലും വർഗീയതയോട് യുദ്ധം ചെയ്യുന്നതിലും വലതുപക്ഷത്തോട് യുദ്ധം ചെയ്യുന്നതിലും വി എസിന് ഒരിക്കലും സന്ധി ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് വി എസ് എന്ന രണ്ടക്ഷരം കേരളത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ, അദ്ദേഹത്തിന്റെ ആദ്യകാലമൊക്കെ അത്ര ജനകീയമായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം വലിയൊരു ജനകീയ നേതാവായിരുന്നു. പക്ഷെ അവസാനമായപ്പോൾ അദ്ദേഹം കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ നേതാവായിരുന്നു. അപ്പൊ ഈ വി എസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, നമ്മളാകണം എന്നതാണ്. ഞാനാകണം എന്നതിൽ നിന്ന്, അല്ലെങ്കിൽ പരിമിതപ്പെട്ട ഇടങ്ങളിലേക്ക് മാറണം എന്നതിൽ നിന്ന് പരമാവധി വളരുമ്പോൾ പരമാവധി പാവപ്പെട്ട മനുഷ്യരെയും സാധാരണ മനുഷ്യരെയും ചേർത്ത് പിടിച്ച് വളരണം. ആ വളർച്ചയാണ് സമൂഹത്തിന്റെ വളർച്ച എന്ന് തിരിച്ചറിയലൂടെ കേരളീയ സമൂഹത്തോട് പറഞ്ഞയാളാണ് സഖാവ് വി എസ്. അതുകൊണ്ട് വി എസിന് അവസാന കാലമായപ്പം വി എസിന്റെ അത് ടൈലർ ടീച്ചർ പറഞ്ഞു, സ്റ്റീഫൻ ജോർജും ശബരിനാഥനും ഒക്കെ ഉണ്ട്, അവരും പറയുമായിരിക്കും വി എസിനോട് എതിർപ്പുള്ളവരുണ്ടാവാം രാഷ്ട്രീയമായി, പക്ഷേ വി എസ് ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തു എന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റിന് കൂട്ടുനിന്നുവെന്ന് പറയാൻ പറ്റാത്തവണ്ണം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും കേരളത്തിലെ ജനകീയ സ്വഭാവമുള്ള നന്മ ആഗ്രഹിക്കുന്ന ഏത് പൊതുപ്രവർത്തകന്റെയും മുന്നിലെ ഒരു വെളിച്ചമായി മാറാൻ സ്വന്തം ജീവിതം കൊണ്ട് കഴിഞ്ഞയാളാണ് വി എസ്. ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാനും നമിക്കുന്നു. ആ ഓർമ്മകൾക്ക് മുമ്പിൽ കേരളം നമിച്ചതാണ്, കേരളം കരഞ്ഞതാണ്, കേരളം അതിനു മുമ്പിൽ സ്വന്തം ധാർമ്മികതയും നന്മയും ചേർത്ത് പ്രണമിച്ചതാണ്. കേരളത്തിലെ വി എസിന്റെ ഈ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരെയുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ കേരളം കണ്ടത് ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്.